സോയൂസ് MS-28 ബഹിരാകാശ പേടകം കസാക്കിസ്ഥാനിൽ നിലത്തിറങ്ങി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിനുള്ളിൽ 241 ദിവസം കഴിഞ്ഞ ബഹിരാകാശ സഞ്ചാരികളാണ് തിരിച്ചെത്തിയത്. ക്രിസ് വില്യംസ്, റഷ്യൻ ബഹിരാകാശ യാത്രികൻ സെർജി ബെർച്ച്കോവ്, സെർജി മിഖേവ് എന്നിവരാണ് ഭൂമിയിൽ തിരിച്ചെത്തിയത്. സാധാരണഗതിയിൽ കടലിൽ പതിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി പേടകം ഭൂമിയിൽ ലാൻഡ് ചെയ്യുകയായിരുന്നു. സോയൂസ് MS-28 ബഹിരാകാശ പേടകം കസഖ്സ്ഥാനിൽ കരയിൽ ലാൻഡ് ചെയ്തു. സാധാരണഗതിയിൽ കടലിൽ ഇറങ്ങുന്നതിൽ നിന്നും വ്യത്യസ്തമായി കസഖിസ്ഥാനിൽ കരയിലാണ് പേടകം ഇറങ്ങിയത്. ഭൂമിയിൽ ഇറങ്ങുന്നതിന് 1 സെക്കൻഡ് മുൻപ് പേടകത്തിലെ റെട്രോ റോക്കറ്റുകൾ പ്രവർത്തിപ്പിച്ച് സുരക്ഷിതമായി ഭൂമിയെ തൊടുകയായിരുന്നു. ഇന്ത്യൻ സമയം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3:57 പേടകം ലാൻഡ് ചെയ്തത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഗവേഷണങ്ങളുടെ ഭാഗമായി 241 ദിവസം കഴിഞ്ഞ സഞ്ചാരികളാണ് ഭൂമിയിൽ തിരിച്ചെത്തിയത്. നാസ ശാസ്ത്രജ്ഞൻ ക്രിസ് വില്യംസ്, റഷ്യൻ ബഹിരാകാശ യാത്രികൻ സെർജി ബെർച്ച്കോവ്, സെർജി മിഖേവ് എന്നിവരാണ് ദൗത്യസംഘത്തിലുണ്ടായിരുന്നത്. മൈക്രോഗ്രാവിറ്റിയിലെ ശരീരപേശികളുടെയും രക്തചംക്രമണത്തിന്റെയും പ്രത്യേകതകൾ സംബന്ധിച്ചുള്ള പഠനങ്ങളും മൈക്രോഗ്രാവിറ്റിയിലെ ക്രിസ്റ്റൽ സംവിധാനങ്ങൾ സംബന്ധിച്ചും മാഗ്നറ്റിക് ഫ്ലൂയിഡുകളുടെ പ്രത്യേകത സംബന്ധിച്ചുമാണ് പഠനങ്ങൾ നടന്നത്. 3.5 മണിക്കൂറിലേറെ നീണ്ട യാത്രയ്ക്ക് ശേഷമാണ് ബഹിരാകാശ യാത്രികർ ഭൂമിയിൽ ഇറങ്ങിയത്. സയൻസ് ഡെസ്ക്, ജനം.